ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വീട്ടമ്മമാർക്ക് നല്ല എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇടിയപ്പത്തിൻ്റെ മെഷീൻ്റെ കാര്യം കൂടി പരിചയപ്പെടുത്തരാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് 250 ml കപ്പിന് 2 കപ്പ് അരിപ്പൊടി നൈസായിട്ടുള്ള പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാരയും, 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ വാട്ടിയെടുക്കുകയല്ല, നമ്മൾ ഇങ്ങോട്ടേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് വാട്ടിയെടുക്കുന്ന ഒരു മെത്തേഡ് കേട്ടോ. ഈസിയാണ് കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ പൊടിക്കനുസരിച്ച് ഞാനിവിടെ ടോട്ടൽ 3 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് ഞാൻ 2.25 കപ്പ് ടോട്ടൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ നമുക്ക് വെള്ളം ഓൾറെഡി തിളച്ച വെള്ളം അവിടെ അടുത്തിരിക്കണം. അതാണ് 2.25 കപ്പ് എന്ന് പറഞ്ഞത്. ബാക്കി 3/4 കപ്പില്ലേ, അപ്പോൾ അത് ബാക്കി നമ്മൾ ഇതുപോലെ ഇളക്കിയിട്ട് വെള്ളം എത്താത്ത പൊടിയൊക്കെ ഉണ്ടല്ലോ, അവിടെ കുറച്ചൊന്ന് ഊറ്റി കൊടുത്തിട്ട് പതിയെ നമ്മളിതുപോലെ അടി മുതൽ മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കരുത് കേട്ടോ, അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ട്. അപ്പം നന്നായിട്ട് മൊത്തത്തിൽ ഇളകി വന്നു കഴിഞ്ഞാൽ അടി മുതൽ ഇളക്കി എടുത്തിട്ട് നമ്മളൊരു 10 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചേക്കണേ. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി വരും. ഞാനിതുപോലെ ഒരു മാറ്റിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുഴക്കേണ്ട ഒന്നും വല്ലാതെ ബലം പിടിച്ച് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല സെറ്റായി സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും കൂടി കയ്യിൽ ജസ്റ്റ് ഒന്ന് തഴുകിയിട്ട് ഇതുപോലെ ഒന്നും കൂടി കുഴച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ നെയ്യോ ഏതായാലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു 2 മിനിറ്റ് പോലും വേണ്ട, ഇതുപോലെ ട്യൂബ് പോലെ ആക്കി എടുക്കുകയാണ്. നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചില്ലേ, ആ ഇടിയപ്പം പൊടി വയ്ക്കുന്നത് അതിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ആ ഒരു വലുപ്പത്തിൽ നമ്മളെല്ലാം ഒന്നും കൂടി കൈ കൊണ്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ടൊന്ന് എടുക്കുവാണേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ കട്ടയൊന്നും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് ഉടഞ്ഞും പൊക്കോളും, ഈസിയായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളിതെല്ലാം തന്നെ ഇതുപോലെ ട്യൂബ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയും നമ്മൾ ഒരു സൈഡിൽ സെറ്റാക്കി നേരത്തെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇനി ഞാനിതുപോലെ 4 തട്ടുള്ള കുക്കറിലൊക്കെ ഇറക്കി വെക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ സ്റ്റാൻഡിലാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഞാൻ നെയ്യൊക്കെ ഒന്ന് തടവി വെച്ചിട്ടുണ്ട്. 4 തട്ടാട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇനി ഞാൻ പറഞ്ഞ മെഷീൻ ഒരു 6 മാസമായിട്ട് ഞാനിതാട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് യൂസ് ചെയ്യുന്നത്. PJ ആണ്. ഇവിടെ ഒരു മൊബൈൽ ചാർജ് ചെയ്യാനുള്ളതും, പിന്നെ അവിടെ ഓൺ എന്ന് കാണിച്ച അവിടെ ഒരു ബട്ടണില്ലേ, അതിലാണ് പ്രസ് ചെയ്യുക കേട്ടോ. അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈ സംഭവമുണ്ടല്ലോ, അതിങ്ങനെ ഇടിയപ്പം പിഴിഞ്ഞ് വരികയും ചെയ്യും. അത് സ്റ്റോപ്പ് ചെയ്യാം, അവിടെ തന്നെ സ്റ്റോപ്പും ചെയ്യാം. നിങ്ങളൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്ക്. എല്ലാ വീട്ടമ്മമാർക്കും എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുക. നമുക്ക് ഇടയിൽ എന്നൊക്കെ പറയില്ല, ഗസ്റ്റൊക്കെ വന്നിരിക്കുമ്പോൾ. അപ്പോഴത്തേനും ഒന്ന് ചാർജും ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിലേക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് വെച്ച് കൊടുക്കുവാണ്. ഇതിൽ 6-7 സൈസ് അച്ചുണ്ട്, ഇതുണ്ട് കേട്ടോ, ചില്ലുണ്ട്. പല രീതിയിലും നുറുക്കും നൂഡിൽസും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുക. പിന്നെ നമ്മൾ മാവ് വെച്ച് കൊടുക്കുമ്പോൾ നിറച്ചും കൊണ്ട് വെച്ചിട്ട് അത് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് പ്രസ്സാകാതെ വരും. ഇങ്ങനെ വെക്കുമ്പോൾ പ്രസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാത്ത രീതിയിൽ വരുമ്പോൾ നമ്മൾ വീണ്ടും ഊരിയെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു 1/4 ഇഞ്ചോളം ഒഴിവാക്കിയിട്ടിട്ട് വേണം പൊടി വയ്ക്കാനായിട്ട്. എന്നിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പിഴിഞ്ഞെടുക്കാം. അവിടെ ഓണെന്ന് കണ്ടില്ലേ, അവിടെയാണ് കേട്ടോ, അവിടെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ സൗണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഒന്നിങ്ങനെ എടുത്തിട്ട് ഒരൊറ്റ റൗണ്ടിൽ ചുറ്റി ഇങ്ങനെ എടുത്തിട്ടുള്ളൂ. ഭയങ്കര കനത്തിലൊന്നും ചുറ്റിട്ടില്ല. നമ്മളെപ്പോഴും നൈസായിട്ട് ചുരുണാണ് ഏറ്റവും ടേസ്റ്റും നല്ല വെന്തെടുക്കാൻ എളുപ്പം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ച് അതിനെ ആവി കയറ്റിയെടുക്കും. ഞാനൊരു കുക്കറിലേക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുക്കറിലേക്ക് ഹൈറ്റുള്ളതുകൊണ്ട് ഒരു കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് മാറ്റിയിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇടിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മെഷീനൊക്കെ ഒന്ന് വാങ്ങി, ഏത് മെഷീനാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളെ മെഷീനൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമ.